നമസ്കാരം. ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളി ക്യാമറ വെച്ച് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരനെ അറസ്റ്റിലായ വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നമ്മുടെ വിമാന അപകടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കിടയിൽ ആ വാർത്ത ഒരൽപ്പം മുങ്ങിപ്പോയി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള വികട പോലീസുകാരും ഇവിടെ ഉണ്ട് എന്നത് ജനം അറിയേണ്ടതാണ്. കാരണം ഇവനൊക്കെയാണ് ഇവിടെ നാട് നന്നാക്കാൻ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാൻ ഇറങ്ങുന്നത്, നീതി വാങ്ങിക്കൊടുക്കാൻ ഇറങ്ങുന്നത് എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഞരമ്പന്മാർ പുറം ലോകം അറിയണം. ഇത് യഥാർത്ഥ പോലീസുകാർ, ശരിക്കുള്ള പോലീസുകാർ, കേരളത്തെ കാത്തുരക്ഷിക്കുന്ന കുറെ പോലീസുകാരുണ്ട്. അവർക്ക് ശാപമാണ് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ അവർക്ക് പേരുദോഷമാണ് ഇങ്ങനെയുള്ളവർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ പിടിക്കപ്പെടണമെന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ ഞെട്ടിപ്പോവാണ്. ഈ പോലീസ് സ്റ്റേഷനോട് ചേർന്നിട്ടാണ് ഇവരുടെ വസ്ത്രം മാറുന്ന മുറിയുള്ളത്. ആ സ്ഥലത്ത് ഒളി ക്യാമറ ഇയാൾ വെച്ചിരുന്നു എന്ന് പറയുന്നത്. കഴിഞ്ഞ 7 മാസത്തോളമായിട്ട്, ഇന്നും തന്നെ തുടങ്ങിയൊന്നുമല്ല, ഏകദേശം 7 മാസത്തോളമായി ഇയാൾ ഒളി ക്യാമറ അവിടെ വെച്ചിരുന്നുവെന്നും അത്തരത്തിൽ എത്ര പേര് സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും, എത്ര പേര് പുതുതായിട്ട് വന്നിട്ടുണ്ടാവും, ഇവരുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നെന്നും പറയുന്നുണ്ട്. അതായത് ഇയാൾ ഒളി ക്യാമറ വെച്ച ശേഷം ഇയാളെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെടുത്തി മൊബൈൽ ഫോണിൽ നിയന്ത്രിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ ശേഖരിക്കുക, അത് സൂക്ഷിക്കുക, ഇതായിരുന്നു ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. 6-7 മാസമായി ഈ കലാപരിപാടി തുടങ്ങിയതെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തറിയുന്നത്. ഒളി ക്യാമറയിൽ പകർത്തിയിട്ടുള്ള നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഒരു വനിതാ പോലീസുകാരിയെ, ഒരു വനിതാ ഉദ്യോഗസ്ഥയെ വൈശാഖ് ഭീഷണിപ്പെടുത്തി. അറിയാമല്ലോ, നഗ്ന ചിത്രങ്ങൾ അയച്ച് അല്ലെങ്കിൽ എടുത്തിട്ട് ബലമായി നഗ്നചിത്രം എടുക്കുകയോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുകയോ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഈ സമൂഹത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ അത്തരം കുറ്റകൃത്യങ്ങളുടെ ഇടയിലേക്ക് ഒരു പോലീസുകാരനും കൂടി ആ വഴിയെ പോവാണ്. ഒളിച്ച് നഗ്നചിത്രങ്ങൾ എടുത്തു, അവരുടെ നഗ്ന വീഡിയോസ് എടുത്തു എന്ന് മാത്രമല്ല, അത് എന്റെ കയ്യിലുണ്ട് എന്ന് അയച്ചു കൊടുത്ത് ഒരു വനിതാ ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. തുടർന്ന് വനിതാ ഉദ്യോഗസ്ഥ, ഒരു നിവൃത്തി ഉണ്ടാവില്ലല്ലോ, കാരണം പോലീസുകാരിയാണെന്നുണ്ടെങ്കിലും മനുഷ്യരാണ്, മനുഷ്യ സ്ത്രീയാണ്, അവർക്കും അവരുടേതായ പ്രൈവസിയും ഭയവും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ വനിതാ സെല്ലിൽ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ വൈശാഖ്, പോലീസുകാരനായ വൈശാഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. അന്വേഷണം നടക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറിയുന്നതെന്നാണ് പത്രവാർത്തകൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 7 മാസമായി അവിടെ ക്യാമറ വെച്ചിട്ടുള്ള ഇയാൾ ഒരുപാട് നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ഒരുപാട് വനിതാ പോലീസുകാരുടെ, എല്ലാവരുടെയും, കാരണം ക്യാമറ അവിടെ വെച്ചേക്കാണല്ലോ, ഇവരെല്ലാം വസ്ത്രം മാറാതെ രക്ഷയില്ലല്ലോ. അപ്പൊ അവരുടെ നഗ്ന ചിത്രങ്ങളെല്ലാം ഇയാൾ പകർത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്ക് ഇയാൾ ഒരു പക്ക ക്രിമിനലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒളി ക്യാമറ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ ക്യാമറ യഥാസമയം റീചാർജ് ചെയ്യണം, ചാർജ് ചെയ്യണ്ടേ? അല്ലെ, 6-7 മാസമായി വർക്ക് ചെയ്യുന്ന ക്യാമറ ചാർജ് ചെയ്യണമല്ലോ. അപ്പൊ ഇത് എടുത്തോണ്ട് പോകുക, ചാർജ് ചെയ്യുക, കൊണ്ടുവെക്കുക. അപ്പൊ ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ഇയാൾ ചെയ്തത്, ഒരു വലിയ കുറ്റമാണ്. മൊബൈലുമായിട്ട് കണക്ട് ആകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സിം വേണം, അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി വേണം. അപ്പോ അത്രയ്ക്കും ഒരു ക്യാമറ അവിടെ ഫിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അത് കൃത്യമായി ചാർജ് ചെയ്യുക, അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എടുക്കുക, എന്നിട്ട് അവസരം കിട്ടിയപ്പോ പോലീസുകാരിയെ, തന്റെ സഹപ്രവർത്തകയെ തന്നെ ഭീഷണിപ്പെടുത്തത് എന്തിനാണ് എന്ന വിവരം പുറത്തു വന്നിട്ടില്ല. ഏതായാലും അവർ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ കുറ്റം ഉൾപ്പെടെ, അയച്ചു കൊടുത്ത സൈബർ കുറ്റമാണ്, അത് ഉൾപ്പെടെ കുറ്റം ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ പോലീസുകാരന്റെ ഒരു അവസ്ഥ എന്താണ്? ഇനി ഇയാളുടെ അവസ്ഥ എന്താ? ഇയാൾ കാണിച്ച ഈ തെമ്മാടിത്തരം, അത് പോലീസുകാരുടെ ദൃശ്യങ്ങൾ ഒളി ക്യാമറ എടുത്തത് മാത്രമല്ല, അയാൾ അങ്ങനെ ഒരു കൃത്യം ചെയ്തു തന്നെ തെമ്മാടിത്തരമാണ്. അയാൾ ഈ പോലീസ് കുപ്പായം ഇട്ടുകൊണ്ട് നടന്നിട്ടുള്ള ആ ദേശത്ത് ഇനി അയാൾ എങ്ങനെ ജീവിക്കും? എങ്ങനെ അയാൾ ഇറങ്ങി നടക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഇനി അയാൾ സർവീസിൽ ഉണ്ടാവുമെന്ന് സംശയമാണ്. അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്യും, അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കാനും സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി അതല്ല, അയാളെ മറ്റെവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും അയാൾ ഇങ്ങനെ വന്ന ഒരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഈ വാർത്തയും ചിത്രങ്ങളും എല്ലാം നാടൊട്ടുക്ക് അറിഞ്ഞു കഴിഞ്ഞു, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പെണ്ണുകെട്ടി കുട്ടികളും കുടുംബവും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കല്യാണം കഴിക്കാത്ത ആളാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സുഹൃത്തുക്കളുണ്ടാവും, നാട്ടുകാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, എല്ലാവർക്കും വയറ് നിറച്ച് തന്നെ വൈശാഖൻ കൊടുത്തു എന്ന് പറയാതിരിക്കാൻ വയ്യ. Different angles. Don't forget to subscribe and support this channel.